കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 16 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ എല്ലാവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോവുകയും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടിപ്പൂർത്തിയാക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായമാണ്. ഇനി അതിൻ്റെ തലക്കെട്ട് വായിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അനുതാപവും നവജീവനും. നവജീവൻ ദൈവം നമുക്ക് പകർന്നു തരുന്നത് നാം പാപം ചെയ്തുവെങ്കിൽ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. ഇസ്രായേലിനെ ദൈവം എപ്രകാരം സംരക്ഷിച്ചു, പരിപാലിച്ചു, സ്നേഹിച്ചു, ഇതെല്ലാം വചനത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് സൂചിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കരവേല ദൈവമായിട്ട് കണ്ടു. വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, അന്യദൈവ ആരാധനയ്ക്ക് പോകുമ്പോൾ ദൈവം പറയാണ്, നിങ്ങളുടെ കരവേല നിങ്ങൾ ദൈവമായിട്ട് കണ്ടു. ദൈവം നമ്മെ സൃഷ്ടിച്ചു, ശരിയാണ്. നമുക്ക് ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുന്നത്, അത് ശുദ്ധ മണ്ടത്തരമാണെന്നുള്ളത് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ടാവും. ചിലരുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാപം ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പാപസുഖം കിട്ടുകയും ചെയ്യും, കുമ്പസാരിക്കുമ്പം പാപമോചനം കിട്ടുകയും ചെയ്യും. കുമ്പസാരം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് നമുക്ക് പാപം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ളത് ദൈവവചനം പ്രഭാഷകൻ 5-ാം അധ്യായം 5 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു, അതല്ലെങ്കിൽ കർത്താവ് ക്ഷമിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് നീ പാപം ചെയ്യരുത്. ഇതെല്ലാം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ക്രിസോസ്റ്റം അതുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പലകയിൽ ആണി അടിച്ചാൽ ആണി ഊരിയെടുക്കാം, പക്ഷെ ആണി ഊരിയെടുത്താലും അതിൻ്റെ തുള, അതിൻ്റെ പാടം അവിടെ കിടക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റേതായിട്ടുള്ള പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മൾ അനുദപിച്ചാൽ, പാപത്തിന് പരിഹാരം ചെയ്യാൻ തയ്യാറായാൽ കർത്താവ് അതെല്ലാം ക്ഷമിക്കും, മറക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷെ ആ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആണി പറിച്ചെടുത്താലും അതിൻ്റെ പാടം അവിടെ കിടക്കും. സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ, നമ്മൾ
ഒരു രോഗം ബാധിച്ചിട്ട് പിന്നെ സുഖപ്പെടുത്തിയെടുക്കുന്നതിനേക്കാൾ രോഗം ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട കാര്യം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസോസ്റ്റം ഇതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ശരീരത്തിൽ ഒരു അമ്പേറ്റാൽ അമ്പ് നമുക്ക് ഊരിയെടുത്താലും അതിൻ്റെ മുറിവ് അവിടെ കിടക്കും. ആ മുറിവ് ഉണങ്ങണമെങ്കിൽ നമ്മൾ മരുന്ന് വെച്ച് കെട്ടണം, ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞ പോലെ കുമ്പസാരിച്ചാലും പാപത്തിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ച് നമ്മൾ അതിന് നമ്മുടെ ശരീരത്തിൽ പരിഹാര പ്രവൃത്തി ചെയ്യണം. അപ്പോഴാണ് ആ മുറിവുണങ്ങുന്നത് എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധയുള്ളവരാകണം. പാപം ചെയ്തു പോയാൽ നമ്മൾ 10 ഇരട്ടി ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരണം. അതുപോലെ തന്നെ പരിഹാര പ്രവർത്തികൾ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന്, പാപത്തിൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നമുക്ക് മോചനം ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം മത്തായി 10-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്ത്യാനികൾക്ക് ദൈവം തന്നിരിക്കുന്ന വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. ഇതാണ് 2 തീമോത്തി 3:12 വായിക്കുമ്പോൾ നമ്മൾ കാണുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഇസ്രായേൽക്കാരോട് പറഞ്ഞത്, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റ് സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊള്ളുക. നിങ്ങൾ ഈ എല്ലാ ഏരിയയും കവർ ചെയ്തെന്ന് പോലും വരത്തില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം സഹനങ്ങൾ, ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. അതിനെ ഒരുങ്ങിയിരിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത് നമ്മളൊക്കെ പ്രാർത്ഥിക്കും പോലെയൊന്നുമല്ല. ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചത്, ദൈവമേ ഞങ്ങളുടെ സഹനം കുറച്ച് തരണമേ, ഞങ്ങൾ ഒരുപാട് സഹിച്ച് ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ ത്രാണിയില്ല, ഇതൊന്നുമല്ല പറഞ്ഞത്. കർത്താവെ ഞങ്ങൾക്ക് ധൈര്യം പകരണമേ. ചെറുപ്പക്കാരാണേലും പ്രായം ചെന്നവരാണേലും ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യം, ധൈര്യം പകരണമേ. ഞങ്ങൾക്ക് എന്തു വന്നാലും അത് എടുത്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യം. അതല്ലാതെ സഹനം കണ്ട് ഭയപ്പെട്ട് ഓടാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ നടത്തുവാണെങ്കിൽ സഹനം ഒഴിവാക്കി എങ്ങനെയെങ്കിലും ജീവിക്കാമെന്നുള്ള ചിന്ത അങ്ങ് മാറിയേനെ. നമുക്ക് എന്തു വന്നാലും അതിനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. യെശയ്യാ 30:20-21 വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടുന്ന് നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. ദൈവസാന്നിധ്യം. അതുകൊണ്ടാണ് പുറപ്പാട് 33:15-16 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ മോശ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കാനാൻ ദേശത്തേക്കൊന്നും പോകണ്ട. അവിടുത്തെ തേനിനേക്കാൾ പാലിനേക്കാൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് അങ്ങയുടെ സ്നേഹ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം അനുഭവിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിച്ച വ്യക്തികൾക്ക് സഹനങ്ങൾ ഒരു പ്രതിസന്ധിയായിട്ട് മാറത്തില്ല. അതല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകലാനുള്ള ഒരു കാരണമായിട്ട് ഒരിക്കലും മാറത്തില്ല. അവസാനം വരെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവർ രക്ഷപ്രാപിക്കും എന്നുള്ളത് മത്തായി 10:22 നമ്മൾ വായിച്ച കേട്ട ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അവിടെ എത്തുന്നിടം വരെ എന്തു വന്നാലും സ്വർഗത്തിലേക്ക് തന്നെ നോക്കി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം. അതല്ലാതെ നമുക്ക് വന്ന ഒരു രോഗത്തിലേക്കോ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കോ ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചെങ്കിൽ അവരിലേക്ക് നോക്കി അല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് നോക്കി നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കണം. ഇനി അതിനാവശ്യം അഭിഷേകമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ ദൈവം നൽകിയ വലിയ ഒരു വാഗ്ദാനമാണ്. നീ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് പോലും ചിന്തിച്ച് ആകുലപ്പെടേണ്ട. അതെല്ലാം തക്ക സമയത്ത് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടും. പക്ഷെ നമ്മുടെയൊക്കെ കുഴപ്പം, നാളെ നടക്കേണ്ട കാര്യം അത് നടക്കാനുള്ള മാർഗം ഇന്ന് കണ്ടില്ലെങ്കിൽ നമുക്കാകെപ്പാടെ അസ്വസ്ഥത. കർത്താവ് പറഞ്ഞത് തക്ക സമയം, അത് ദൈവത്തിൻ്റെ സമയം. അപ്പോൾ ആ സമയം വരെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവാശ്രയത്തോടെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതൊരു അഭിഷേകമാണ്. അഭിഷേകം കിട്ടുവാൻ ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.